യെസ്, വി ഡി സതീശൻ UDF കൺവീനർ അടൂർ പ്രകാശിനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കണ്ടതിന് ശേഷം മാധ്യമങ്ങളെ കാണുന്നു. He was in the assembly for the last 23 years. Then he went to parliament. So a senior member. He is senior to me in the assembly also. He came to the assembly in 1996. I came to the assembly on 2001. Very senior and our convener. He has been coordinating all the UDF constituent parties effectively. Then I am very grateful to him also. He is also very senior. My elder brother. When are you going to meet UDF alliance partner? We are convening a meeting. The UDF meeting is today at 4 p.m. വൈകുന്നേരം 4 മണിക്ക് UDF യോഗമുണ്ട്. അല്ല, നമുക്ക് രാവിലെ കണ്ട് അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നേ. ശ്രീ അടൂർ പ്രകാശ് എൻ്റെ സീനിയറായിട്ട് എൻ്റെ നിയമസഭയിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം UDFൻ്റെ കൺവീനറാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ കഷ്ടപ്പെട്ടു. കേരളം മുഴുവൻ ഓടി നടന്ന് UDF പിന്നെ ഏകോപിപ്പിച്ച് നമ്മുടെ യാത്ര, പുതിയുഗ യാത്ര ഉൾപ്പെടെയുള്ളത് വിജയകരമാക്കാൻ വേണ്ടി വളരെയധികം ശ്രമിച്ച ആളാണ്. ഇതിൻ്റെ എല്ലാ റിസൾട്ടല്ലേ ഞങ്ങളെല്ലാവരും കൂടി ടീം UDF ആയത് അടൂർ പ്രകാശോട് വന്നതിന് ശേഷമാണ് അല്ലേ? അദ്ദേഹം കൺവീനർ ആയതിനു ശേഷം ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വർക്ക് ചെയ്ത അതിൻ്റെ സന്തോഷമാണ് പങ്കുവയ്ക്കുന്നത്. പിന്നെ അവരുടെ എല്ലാ അനുഗ്രഹവും വേണ്ടേ. എല്ലാ മന്ത്രിമാരും ഒരുമിച്ചായിരിക്കും സെക്രട്ടറി? അതെല്ലാം ഇന്ന് ഞങ്ങൾ പാർട്ടി നേതാക്കന്മാരുമായി കൂടിയാലോചന നടത്തി, UDF ഘടകകക്ഷികളുമായിട്ട് ആലോചന നടത്തി. ഇന്ന് നിങ്ങളെ അറിയിക്കട്ടെ. പിണങ്ങി നിൽക്കുകയാണ് കൺവീനർ. അവിടേക്ക് പോകുന്നുണ്ടല്ലേ? അനുഗ്രഹാശിസുകളൊക്കെ നൽകിയോ? ഉപദേശമൊക്കെ നൽകിയോ? നിങ്ങളൊക്കെ കൊടുത്തോ? നിങ്ങൾ കുഴപ്പമുണ്ടാക്കായിരുന്നോ? ഈ കഴിഞ്ഞ മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ അടുത്ത നിലപാട് അറിയാലോ. ഇത്തവണത്തെ മുഖ്യമന്ത്രിയുടെ നിലപാട് സൗഹൃദപരമായിരിക്കണം. കുത്തിത്തിരിവ് ചോദ്യം വന്നേക്കാം. ഞാൻ എങ്ങനെയായിരുന്നു നിങ്ങളായിട്ട് സ്നേഹത്തിലല്ലേ? എന്റെ നമുക്ക് ആലോചിക്കാം. ഞാൻ അതിനെ എതിർത്തിട്ടുള്ളതാണ്, കയറ്റാതിരുന്നതിന് എതിർത്തിട്ടുള്ള ഒരാളാണ്, അസംബ്ലിയിലെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ പറ്റും നിങ്ങൾ നമ്മളെ അടക്കം വിമർശിക്കണം. വെറുതെ ഉണ്ടാക്കരുത്, കഥ ഉണ്ടാക്കരുത്. അത് മാത്രമേ ഉള്ളൂ. വെറുതെ ആകാശത്ത് നിന്ന് കഥ ഉണ്ടാക്കരുത്. അല്ലാതെയുള്ള കാര്യങ്ങളിൽ നമ്മളാരും വിമർശനത്തിന് അതീതരല്ല. നിങ്ങൾ വിമർശിച്ചാൽ ഞങ്ങൾ കറക്റ്റ് ചെയ്യും. വിമർശിച്ചവരോടൊക്കെ ഭയങ്കര ദേഷ്യം അതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ പറയാം. ഒന്ന് സെറ്റാകട്ടെ, സംഭവം കാര്യങ്ങളൊക്കെ പറയട്ടെ. പറയുമല്ലോ, നിങ്ങളെ കാണില്ല. ഞാൻ ഇന്ന് എത്രാമത്തെ പ്രശ്നമാണ്. ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഒഴിവായി പോവല്ലോ. രാവിലെ കണ്ടെന്ന് ഒഴിവായി പോവാ. അത് കാണുമ്പോൾ സന്തോഷമല്ലേ? എനിക്ക് പ്രിയപ്പെട്ട ആളുകളോടൊപ്പം കൂടെ നിന്ന് അല്ലേ ഞാൻ കാണുന്നത്. അപ്പൊ അതിന്റെ സന്തോഷം കൂടിയാണ്. ഇനിയിപ്പോ പ്രതിപക്ഷ നേതാവിന്റെ അടുത്തേക്കാണ് പോകുന്നത് മുഖ്യമന്ത്രി. UDF കൺവീനർ അടൂർ പ്രകാശ് MP അദ്ദേഹത്തിന്റെ വസതിയിലെത്തി സന്ദർശിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു വി ഡി സതീശൻ.